Good morning, students. Today in this video, I will help you learn the Unit 1 Reign of Love in the Class 6 English textbook of Kerala State Syllabus. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് 6ൻ്റെ യൂണിറ്റ് 1 റെയിൻ ഓഫ് ലവ് നമുക്ക് പഠിക്കാം. ആൻഡ് ഇൻ മൈ പ്രീവിയസ് വീഡിയോസ്, ഇതിന് മുൻപത്തെ എൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ ക്ലാസ് 5 യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2 ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന റെയിൻ ഓഫ് ലവിലെ ആദ്യത്തെ സ്റ്റോറി. ഇറ്റ്സ് അബൌട്ട് രാജായുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയുള്ള വീട്ടിലെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. സോ ഐ വിൽ റീഡ് ദ പോർഷൻസ് ഫസ്റ്റ്, then I will explain. അപ്പോൾ ഞാനിത് റീഡ് ചെയ്യുമ്പോൾ യു ഷുഡ് ലിസൺ കെയർഫുള്ളി സോ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് യുവർ പ്രൊനൗൺസിയേഷൻ. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, അതായത് മുത്തശ്ശനോടൊപ്പം ഉള്ള ജീവിതം അല്ലേ. ഇപ്പോൾ കാണിക്കുന്ന എന്താണ്, ഒരു ഫോട്ടോയാണ്. ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും രാജായും ഒക്കെ ഉള്ളൊരു ഫോട്ടോയാണ് നമുക്ക് കാണാവുന്നത്. ദിസ് ഈസ് രാജാസ് ഫാമിലി. ക്യാൻ യു ഗെസ് ഹൂ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ആർ? Who does Raja like the best in his family? ഇതിൽ ആരെയാണ് രാജായ്ക്ക് ഏറ്റവും ഇഷ്ടമെന്നറിയാമോ? Read the story and find out the answers to these questions. അപ്പോൾ നമുക്ക് ഇനി ഈ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ സ്റ്റോറി നമുക്ക് വായിക്കാം. എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും കണ്ടുപിടിക്കാം. My home. Everybody call me Raja. It is not my real name, but I like being called Raja. I live with my grandfather and grandmother. They were my guardians. My mother died when I was young. My father left me with my grandparents who brought me up. We lived in a large house, but we were a small family. There were grandfather, grandmother, uncle, and I. We had many relatives, but they lived in their own houses. Grandfather was a tall, strong man. He always spoke in a loud voice. He knew everyone in the village. People respected him. They came to him for advice and help. My home, അതായത് എൻ്റെ വീട് അല്ലേ. Everybody call me Raja. It is not my real name, but I like being called Raja അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ രാജായുടെ കഥയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ രാജ എന്ന് വിളിക്കും, പക്ഷെ രാജ എൻ്റെ ശരിക്കുള്ള പേരല്ല. പക്ഷെ എനിക്കെന്നാൽ എല്ലാവരും എന്നെ രാജ എന്ന് വിളിക്കുന്നത് ഇഷ്ടമാണ് കാര്യം. ഐ ലിവ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് ജീവിക്കുന്നത്. ദേ വർ മൈ ഗാർഡിയൻസ്. അപ്പം ഗാർഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷകർത്താവ് അല്ലേ. അതായത് മിക്കവാറും കൊച്ചുകുട്ടികൾ, അച്ഛനോ അമ്മയോ ഒക്കെ ഇല്ലാത്ത കുഞ്ഞുങ്ങളെ നോക്കുന്നതും പരിപാലിക്കുന്നതും ആരാണോ അവരെയാണ് നമ്മൾ ഗാർഡിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം ദേ വർ മൈ ഗാർഡിയൻസ്. അപ്പോൾ ആരാണ് രാജയുടെ ഗാർഡിയൻസ്? The grandfather and grandmother were Raja's guardians. My mother died when I was young. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ എൻ്റെ അമ്മ മരിച്ചുപോയി. My father left me with my grandparents who brought me up. എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസിന്, എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ആക്കിയിട്ടാണ് പോയത്. അങ്ങനെ അവരാണ് എന്നെ വളർത്തിയത്. We lived in a large house, but we were a small family. ഞങ്ങളൊരു വലിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്, പക്ഷെ ഞങ്ങളൊരു ചെറിയ ഫാമിലിയാണ്. ചെറിയ ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെമ്പേഴ്സ് കുറവുള്ള ഒരു ഫാമിലി എന്നാണ്. ദർ വർ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ ആൻഡ് ഐ. മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അങ്കിളും ഞാനും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. വി ഹാഡ് മെനി റിലേറ്റീവ്സ്, ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. ഒത്തിരി ബന്ധുക്കളൊക്കെ ഞങ്ങളുടെ അടുത്ത് തന്നെ മറ്റ് വീടുകളിൽ, അവർക്ക് സ്വന്തമായുള്ള വീടുകളുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ സ്വന്തം വീടുകളിൽ ഞങ്ങളുടെ അടുത്തൊക്കെ തന്നെ താമസിക്കുന്നുണ്ട്. Grandfather was a tall and strong man. He always spoke in a loud voice. എൻ്റെ മുത്തശ്ശൻ നല്ല പൊക്കമുള്ള, നല്ല ആരോഗ്യദൃഢനായ ഒരു മനുഷ്യനായിരുന്നു അല്ലേ. നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു. He always spoke in a loud voice. നല്ല ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് എൻ്റെ മുത്തശ്ശൻ. He knew everyone in the village. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗ്രാമത്തിലെ എല്ലാവരെയും എൻ്റെ മുത്തശ്ശൻ അറിയാം. People respected him. ആ ഗ്രാമത്തിൽ എല്ലാവരും എൻ്റെ മുത്തശ്ശനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. They came to him for advice and help. അവരെല്ലാവരും എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെ ചോദിക്കാൻ, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ചോദിക്കാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് എപ്പോഴും വരുമായിരുന്നു. എൻ്റെ മുത്തശ്ശൻ അവർക്ക് ഓരോ അവസരത്തിലും വേണ്ട കറക്റ്റ് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. Grandmother was kind and gentle.
She took good care of me. She would follow me like a shadow, saying, "Drink this milk, or eat your food, or have your bath, or go to bed." I did not like this, but still I loved her very much. My uncle was young and very clever. He helped grandfather in looking after his fields and gardens. People liked him, and I too liked him very much. Whenever I was in trouble, uncle would come to my help. Grandmother was kind and gentle. She took good care of me. അപ്പോൾ മുത്തശ്ശിയാണ് രാജയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതെന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നേ. വളരെ സൗമ്യമായ ഒരു മുത്തശ്ശിയായിരുന്നു. വളരെ സൗമ്യമായിട്ട് അതെല്ലാം അവന് വളരെ സ്നേഹമായിട്ടും കരുതലോടുകൂടിയും ചെയ്തു കൊടുക്കുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ലൈനിൽ നിന്നും. ഷി ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. നല്ലതായിട്ട് എന്നെ കരുതുമായിരുന്നു. ഷി വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ, സെയിങ്, "ഡ്രിങ്ക് ദിസ് മിൽക്ക്." അപ്പോൾ ഒരു നിഴൽ പോലെ മുത്തശ്ശി എൻ്റെ പുറകെ നടക്കും. എന്താ ചെയ്യാം മുത്തശ്ശി? "നീ പാല് കുടിക്കേ, ഡ്രിങ്ക് ദിസ് മിൽക്ക്, മോനെ പാല് കുടിക്കേ. ഓർ ഈറ്റ് യുവർ ഫുഡ്, മോനെ നീ ആഹാരം കഴിക്കേ. ഓർ ഹാവ് യുവർ ബാത്ത്, മോനെ നീ പോയി കുളിക്കേ. ഓർ ഗോ ടു ബെഡ്, മോനെ നീ പോയി ഉറങ്ങുക." ഗോ ടു ബെഡ്, അപ്പോൾ ഗോ ടു സ്ലീപ്പ് എന്നല്ല, ഗോ ടു ബെഡ്. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അപ്പോൾ ഗോ ടു ബെഡ് എന്ന് പറയുന്ന യൂസേജിൻ്റെ അർത്ഥം എന്താണ്? നീ ഉറങ്ങാൻ പോകാമെന്നാണ് അതിൻ്റെ അർത്ഥം. I did not like this, but I still loved her very much. എനിക്ക് മുത്തശ്ശി ഇങ്ങനെ പുറകെ നടന്നിങ്ങനെ പറയുന്നൊന്നും വലിയ താല്പര്യമല്ല, വലിയ ഇഷ്ടമൊന്നും അല്ല. പക്ഷേ എന്നാലും എനിക്ക് മുത്തശ്ശിയെ വലിയ ഇഷ്ടമായിരുന്നു. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലെവർ. എൻ്റെ അങ്കിൾ വളരെ അങ്കിൾ ചെറുപ്പക്കാരനും നല്ല ബുദ്ധിയുള്ള ഒരാളുമായിരുന്നു. ഹി ഹെൽപ്പ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. എൻ്റെ അങ്കിൾ എൻ്റെ മുത്തശ്ശനെ ഞങ്ങളുടെ വയലുകളും പാടങ്ങളും എല്ലാം നോക്കി നടത്തുന്നതിലും ഞങ്ങൾക്കുള്ള പല തോപ്പുകൾ, തോപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? തെങ്ങിൻ തോപ്പ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ആദായം കിട്ടുന്ന ചെടികളൊക്കെ ഉള്ള തോപ്പുകളെയൊക്കെയാണ്. അതെല്ലാം നോക്കി നടത്താൻ എൻ്റെ അങ്കിളാണ് എൻ്റെ മുത്തശ്ശനെ സഹായിച്ചിരുന്നത്. പീപ്പിൾ ലൈക്ഡ് ഹിം ആൻഡ് ഐ ടു ലൈക്ഡ് ഹിം വെരി മച്ച്. ആ ഗ്രാമത്തിൽ എല്ലാവർക്കും എൻ്റെ അങ്കിളിനെ വലിയ ഇഷ്ടമായിരുന്നു. എനിക്കും വലിയ ഇഷ്ടമായിരുന്നു. വെന്നെവർ ഐ വാസ് ഇൻ ട്രബിൾ, അങ്കിൾ വുഡ് കം ടു മൈ ഹെൽപ്പ്. ഞാൻ എന്തെങ്കിലും വിഷമത്തിലോ ബുദ്ധിമുട്ടിലോ ചെന്ന് പെട്ടാൽ ആരാണ് എന്നെ സഹായിക്കാൻ വരിക? എൻ്റെ അങ്കിളാണ് എൻ്റെ സഹായത്തിനായി വരുന്നത്. അറ്റ് ഹോം ഐ ഡിഡ് നോട്ട് ഹാവ് എനി ഫ്രണ്ട് ടു പ്ലേ വിത്ത്. Grandfather did not like my going out to play with other children. He believed that I would be spoiled if I did so. Other children did not like to come to our house because they were afraid of grandfather. At home I did not have any friend to play with. അപ്പോൾ വീട്ടിൽ എനിക്ക് കളിക്കാൻ വേറെ ആരും കൂട്ടുകാരൊന്നും എനിക്കുണ്ടായിരുന്നില്ല. Grandfather did not like my going out to play with other children. മുത്തശ്ശനാണെങ്കിൽ ഞാൻ വീട്ടിന് വെളിയിൽ പോയി വേറെ കുട്ടികളോട് കൂട്ടുകൂടി കളിക്കുന്നൊന്നും ഇഷ്ടവുമല്ല. He believed that I would be spoiled if I did so. മുത്തശ്ശൻ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ പുറത്തു പോയി മറ്റു കുട്ടികളിലൊക്കെ കൂടെ കളിച്ചാൽ ഞാൻ ചീത്തയായി പോകും എന്നും പറഞ്ഞാണ് എന്നെ മുത്തശ്ശൻ സമ്മതിക്കാത്തത് പുറത്തു പോകാൻ. Other children did not like to come to our house because they were afraid of grandfather. അത് കാരണം മറ്റു കുട്ടികൾ ആരും എൻ്റെ വീട്ടിലേക്ക് വരികയുമില്ല. കാരണം അവർക്കെല്ലാം മുത്തശ്ശനെ വലിയ പേടിയായിരുന്നു. Yet life with grandfather was not dull. I liked my home and the very large garden all around it. There were many trees in the garden, coconut trees, mango trees and other kinds of trees. There were birds, butterflies and honeybees. There were many tanks with plenty of fish in them. Kingfishers, storks and other water birds came to the tanks to catch the fish. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഗ്രാൻഡ് മുത്തശ്ശൻ എന്നെ വീട്ടിൽ നിന്ന് വെളിയിലെങ്ങും വിടത്തില്ലായിരുന്നുവെങ്കിൽ പോലും എനിക്ക് മുത്തശ്ശൻ്റെ കൂടെയുള്ള ആ വീട്ടിലെ ജീവിതം എനിക്ക് അത്ര ബോറടിക്കുന്ന ഒരു ജീവിതം ആയിരുന്നില്ല, അല്ലെങ്കിൽ വലിയ മുഷിവുള്ളതായിരുന്നില്ല. ഡള്ളെന്ന് പറഞ്ഞാൽ മുഷിവുള്ളതെന്നാണ്. അപ്പോൾ എനിക്കത്ര വാസ് നോട്ട് ഡൾ എന്നാണ് രാജ പറയുന്നത്. I liked my home and the very large garden all around it. എനിക്കെൻ്റെ വീടും ആ വീടിന് ചുറ്റും ഉണ്ടായിരുന്ന ആ മുറ്റവും ആ ഗാർഡനും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. There were many trees in the garden, coconut trees, mango trees and other kinds of trees. അവിടെ എല്ലാം നിറയെ തെങ്ങും മാവും വേറെ പലതരം മരങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ കോമ്പൗണ്ടിൽ എന്തൊക്കെ തരം മരങ്ങൾ കാണും അല്ലേ? തെങ്ങുണ്ടാവും, എല്ലാവർക്കും ഒരു തെങ്ങെങ്കിലും ഉണ്ടാവും, മാവ്, പ്ലാവ്, അങ്ങനെ എന്തെല്ലാം ഉണ്ടാവും അല്ലേ? There were birds, butterflies and honeybees. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ഈ ഗാർഡനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? നിറയെ പക്ഷികളും പൂമ്പാറ്റകളും
തേനീച്ചകളും എല്ലാം പാറി നടക്കുന്നുണ്ടായിരുന്നു. There were many tanks with plenty of fish in them. അപ്പോൾ ഈ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വേറെ എന്താ ഉണ്ടായിരുന്നത്? ഇഷ്ടം പോലെ മീനിനെ വളർത്തിയിരുന്ന ടാങ്കുകളുണ്ട്. അപ്പോൾ കുറേ ടാങ്കുകൾക്കകത്ത് മീനിനെയും വളർത്തിയിരുന്നു. Kingfishers, storks and other water birds came to the tanks to catch the fish. അപ്പോൾ നീലപ്പൊന്മാൻ, അതല്ലേ കിങ്ഫിഷർ, നീലപ്പൊന്മാൻ, സ്റ്റോർക്ക് എന്ന് പറഞ്ഞാൽ കൊക്ക്, ആൻഡ് അതർ വാട്ടർ ബേർഡ്സ്, വേറെ ഇതേപോലെ വെള്ളത്തിൽ നിന്ന് മീനിനെ പിടിച്ച് ജീവിക്കുന്ന വേറെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട്. അപ്പോൾ ഈ നീലപ്പൊന്മാനും കൊക്കും ഇങ്ങനത്തെ പല പക്ഷികളും ഈ ടാങ്കിൽ വന്ന് മീനുകളെ പിടിക്കുമായിരുന്നു. In a corner of the compound was a grove where trees, shrubs and creepers grew wild. Jackals, mongooses, wild cats and owls lived in the ground. We had many cows, bulls and bullocks. Little calves played and ran about in our garden. I liked to play with the cows and I liked to watch the birds in the garden. I looked for jackals coming out of the grove. I ran after mongooses and I caught butterflies and reptiles. In a corner of the compound was a grove where trees, shrubs and creepers grew wild. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു മൂലയ്ക്കായിട്ട് നിറയെ ചെടികളും നിറയെ കുറ്റിച്ചെടികളും മരങ്ങളും വള്ളിച്ചെടികളും എല്ലാം നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ഇടമുണ്ടായിരുന്നു. ഒരു ചെറിയ വനം എന്ന് പറയാം, ചെറിയ വനം പോലെ അങ്ങ് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു എന്നാണ് രാജാവ് പറയുന്നത്, ഒരു കാവ് പോലെ. Jackals, mongooses, wild cats and owls lived in the grove. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്? ചെറിയ കുറുക്കന്മാർ, ജക്കാൾസ് കുറുക്കന്മാർ, മംഗൂസസ് കീരികൾ, വൈൽഡ് കാറ്റ്സ് കാട്ടുപൂച്ചകൾ, മൂങ്ങ എല്ലാം അതിലുണ്ടായിരുന്നു എന്നാണ് രാജാവ് പറയുന്നത്. We had many cows, bulls and bullocks. Little calves played and ran about in our garden. ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ പശുക്കളും കാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ പശുക്കിടാങ്ങൾ അല്ലെങ്കിൽ പൈക്കിടാങ്ങളൊക്കെ ആ തോപ്പിലും ആ ഗാർഡനിലൊക്കെ ഓടി നടക്കുമായിരുന്നു. I like to play with the calves and I like to watch the birds in the garden. എനിക്ക് പശുക്കിടാങ്ങളുടെയൊക്കെ കൂടെ കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഈ ഗാർഡനിൽ വന്നിരിക്കുന്ന കിളികളെയെല്ലാം വാച്ച് ചെയ്യാനും അല്ലെങ്കിൽ അതിലെല്ലാം നോക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. I looked for jackals coming out of the grove. രാജ എന്താ ചെയ്യുന്നത്? രാജായ്ക്ക് ഈ ചെറിയ കാവിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ ചെറിയ വനത്തിനുള്ളിൽ നിന്നും കുറുക്കന്മാർ ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കുന്നത് വലിയൊരു താല്പര്യമുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കും. ശബ്ദമൊന്നും ഇല്ലാത്തപ്പോഴാണ് ഈ കുറുക്കന്മാർ ഇറങ്ങുക. അങ്ങനെ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ അങ്ങനെ അധികം ശബ്ദമൊന്നും ഇല്ലാത്ത സമയത്ത് കുറുക്കന്മാർ ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാനും ഈ രാജ അവിടെ പോയി നിൽക്കുമായിരുന്നു. I ran after mongooses. ഞാൻ കീരികളുടെ പുറകെ ഓടുമായിരുന്നു. And I caught butterflies and reptiles. അതുപോലെ തന്നെ ഞാൻ പോയി ഈ പൂമ്പാറ്റകളെല്ലാം പിടിക്കും. അതുപോലെ ചില ഇഴജന്തുക്കളൊക്കെ, ഞങ്ങളുടെ തോട്ടത്തിലൊക്കെ ഒത്തിരി ഇഴജന്തുക്കളുണ്ട്, അതിനെയൊക്കെ പിടിക്കുമായിരുന്നു. സാധാരണ ഇതിൽ നമ്മുടെ തോട്ടത്തിലൊക്കെ എന്തൊക്കെ തരം ഇഴജന്തുക്കളാണ് ഉണ്ടാവാൻ സാധ്യത? പാമ്പ് കാണും, പിന്നെ വേറെന്താ ചെടികളുടെ ഇടയ്ക്ക് ഉണ്ടാവുക? ഓന്ത്, അരണ, അല്ലേ? അപ്പം ഇതിനെയൊക്കെയാണ് ഈ രാജ ഓടുന്നതെന്ന് പിടിക്കുമെന്ന് പറയുന്നത്. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 2 പേജസാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് സിമിലർലി ആ വീഡിയോ ഈ പോർഷനിലുള്ള നിങ്ങൾക്ക് മനസ്സിലാകാൻ പാടുള്ള ചില വാക്കുകളുടെ അർത്ഥങ്ങൾ, അതാണ് ഞാൻ ന്യൂ വേർഡ്സ് ആൻഡ് മീനിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ചില വാക്കുകൾ വെച്ച് ആ ഫ്രെയിം സെൻറ്റൻസസ് നമുക്ക് സെൻറ്റൻസസ് എഴുതാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് സിമിലർലി ഈ 2 പേജസിലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാൻ ഈ വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം we'll go to the new words and meanings, frame sentence and question answers. First word is guardian. A person who is legally responsible for the care of another person, especially a child whose parents have died. അപ്പോൾ പേരൻസ് മരിച്ചുപോയ ഒരു കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ പരിപാലനം ഏറ്റെടുക്കുന്നവരെയാണ് നമ്മൾ നോർമലി ഗാർഡിയൻ എന്ന് പറയുക, അതായത് രക്ഷകർത്താവ്. സെക്കൻഡ്, advice, an opinion or a suggestion about what somebody should do in a particular situation. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ എന്ത് ചെയ്യണമെന്ന അഭിപ്രായം അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്നതിനെയാണ് നമ്മൾ അഡ്വൈസ് എന്ന് പറയുന്നത്, അതായത് ഉപദേശം അല്ലെങ്കിൽ അഭിപ്രായം. Gentle, calm and kind, doing things in a quiet and careful way. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചും സൗമ്യമായും ചെയ്യുന്നതിനെയാണ് നമ്മൾ ജെന്റിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Trouble, a problem, worry, difficulty, etc. അപ്പം നമ്മളതിനെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ വിഷമം വരുന്നത്, വിഷമിക്കുക, ഇതിനെയൊക്കെയാണ് നമ്മൾ ട്രബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Number 5, spoiled. To change something good to something bad. അപ്പം നന്നായിരിക്കുന്ന ഒന്നിനെ ചീത്തയാക്കുക അല്ലെങ്കിൽ മോശമാക്കുന്നതിനെയാണ് നമ്മൾ സ്പോയിൽഡ് എന്ന് പറയുക, അല്ലെങ്കിൽ അത് ചീത്തയാകുന്നതിനെ. ഡൾ, നോട്ട് ഇൻട്രസ്റ്റിംഗ് ഓർ എക്സൈറ്റിംഗ്. ഒട്ടും ഒരു ഇൻട്രസ്റ്റിങ്ങോ രസകരമോ അല്ലാത്ത എന്തോ ഒരു കാര്യത്തിനാണ് നമ്മൾ ഡൾ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് വിരസമായ അല്ലെങ്കിൽ രസമില്ലാത്തത്. ഗ്രോ, എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ട്രീസ് ആൻഡ് shrubs. ഒരു ചെറിയ വനം, അതായത് ഒരു കാവ്. അത്. Now let's frame some sentences. I have given 3 words here. First is trouble. We have trouble getting laborers for harvesting. അതായത് കൊയ്ത്ത് നടത്താൻ തൊഴിലാളികളെ കിട്ടാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. Dull. Life in a flat could be dull as there is little space to play. ഒരു ഫ്ലാറ്റിലെ ജീവിതം പലപ്പോഴും വിരസമായൊരു ജീവിതമാണ്, കാരണം കളിക്കാനൊന്നും തീരെ സ്ഥലമില്ല. Advice. If we follow our doctor's advice, we can stay healthy. നമ്മൾ ഡോക്ടർമാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ നമ്മൾക്ക് നല്ല ആരോഗ്യമായിട്ടിരിക്കാം. Question number 1. Do you think Raja's grandfather was a man respected by everyone? Pick out sentences from the story to justify your answer. രാജായുടെ മുത്തശ്ശനെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു നിങ്ങൾക്ക് തോന്നുന്നോ? അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോറിയിൽ നിന്നും അതിന് തക്കതായ 2-3 വാക്യങ്ങൾ എടുത്ത് എഴുതാൻ. Yes, Raja's grandfather was a man respected by everyone in the village. The sentences that justify my answer are: he knew everyone in the village, people respected him, they came to him for advice and help. അപ്പോൾ ചോദിക്കുകയാണ്, രാജായുടെ ഗ്രാൻഡ് ഫാദറിനെ എല്ലാവരും ബഹുമാനിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാനതിന് യെസ് എന്ന് ഉത്തരം എഴുതി. ഇനി ഏതൊക്കെ സെന്റൻസസ് ആണ് ഇത് ജസ്റ്റിഫൈ ചെയ്യുന്ന സ്റ്റോറിയിൽ നിന്നും? ഹീ ന്യൂ, അത് ഞാൻ കോട്സിൽ കൊടുത്തിരിക്കുകയാണ്. ഹീ ന്യൂ എവരിവൺ ഇൻ ദ വില്ലേജ്, പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം, ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. Question number 2. Can you guess the members of Raja's family? രാജായുടെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാമോ? ഗസ് ചെയ്യാമോ? ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ ആൻഡ് രാജ ആർ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി. മുത്തശ്ശൻ, മുത്തശ്ശി, അങ്കിളും രാജായുമാണ് ആ കുടുംബത്തിലെ അംഗങ്ങൾ. Question number 3. Who does Raja likes the best in his family? Raja likes his uncle the best in his family because he is very clever and he helps Raja when he is in some trouble. അപ്പോൾ രാജായ്ക്ക് ഏറ്റവും ഇഷ്ടം രാജായുടെ അങ്കിളിനെയാണ്, കാരണം രാജായുടെ അങ്കിളാണ് രാജാവിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴൊക്കെ സഹായിക്കുന്നത്. Question number 4. What will you feel if somebody insists you to do something? നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായി നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? At times, I may want to resist or I will do it when somebody insists to do something. ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് നിർബന്ധം പറയുകയാണെങ്കിൽ ഞാൻ ചില സമയത്ത് ഞാനതിനെ എതിർക്കും, അതല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് ഞാനതങ്ങ് ചെയ്യും. Question number 5. Who helps you in your family when you are in trouble? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ആരാണ് നിങ്ങളെ സഹായിക്കുക? അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉത്തരം എഴുതാം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ മൈ ഫാദർ എന്നോ മൈ മദർ, അല്ലെങ്കിൽ എൽഡർ സിസ്റ്റർ, അല്ലെങ്കിൽ എൽഡർ ബ്രദർ, ഗ്രാൻഡ് ഫാദർ, അങ്ങനെ ആരുടെ വേണമെങ്കിലും പേര് എഴുതി ഹെൽപ്സ് മീ വെൻ ഐ എം ട്രബിൾ എന്ന് എഴുതിയാൽ മതി. Question number 6. We saw many things around Raja's house. List them out. അപ്പം നമ്മൾ രാജായുടെ വീടിന് ചുറ്റും കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ലിസ്റ്റ് ആക്കിയാലോ? Coconut trees, mango trees, birds, butterflies and honey bees, many tanks with plenty of fish, many cows, bulls and bullocks, etc. ഇതൊക്കെയാണ് നമ്മൾ കണ്ടതായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. Question number 7. What brings more color to Raja's life? രാജായുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മോർ കളർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കൂടുതൽ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം തരുന്ന എന്തൊക്കെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. Raja likes to play with the calves and likes to watch the birds in the garden. He looks for jackals coming out of the grove. He runs after mongooses and catch butterflies and reptiles. All these brings color to Raja's life. രാജയ്ക്ക് പശുക്കിടാങ്ങളുടെ കൂടെ ഓടാനും ബേർഡ്സിനെ കാണാനും വലിയ താല്പര്യമാണ്. അതുപോലെ തന്നെ അവന് കുറുക്കന്മാർ ആ ചെറിയ കാവിനകത്തു നിന്ന് പുറത്തിറങ്ങി വരുന്ന നോക്കാൻ അവന് വലിയ താല്പര്യമാണ്. അതുപോലെ തന്നെ ഇവൻ കീരികളുടെ പുറകെ ഓടുകയും ബട്ടർഫ്ലൈയെ പിടിക്കുകയും റെപ്റ്റൈൽസ് ഇഴജന്തുക്കളെയെല്ലാം പിടിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് രാജായുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ.
The next video, I will help you learn the rest of the portions in Life with Grandfather in Unit 1, Reign of Love of Classics English Textbook. അപ്പോൾ നിങ്ങളുടെ ഈ ഇന്ന് പഠിച്ച ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്കിത് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് അവർക്കും അപ്പോൾ ഇത് കണ്ട് പഠിക്കാമല്ലോ. അവരോടും പറയണം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ. സോ അടുത്ത വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.